നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യയുടെ പ്രകടനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് മീനാക്ഷിയും മിത്രയ്ക്ക്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിക്കൊക്കെ വാരി കൊടുക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു പന്തികൾ അവർക്ക് മടുത്തു. ദേവിയോട് കഴിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും കഴിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ദേവി ശരിയാവുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതിനെല്ലാം ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി മിത്രയും മീനാക്ഷിയും കൂടെ ഹാളി വന്നിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഉറപ്പായിട്ട് സുകന്യേച്ചിക്ക് മാറ്റം ഉണ്ടാവുന്ന ഞാനും മീനും പറഞ്ഞ. എന്നിട്ട് നീ അത് വിശ്വസിച്ചോ മിത്രന്ന് ചോദിച്ചോ? അല്ല, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ദേവി ചേച്ചി എന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ കണ്ടില്ലേ, നമുക്ക് വേണ്ടി ആഹാരമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അല്ല ഇതിപ്പം വട്ടായത് നമുക്കാണോ അതോ സുകന്യേച്ചിക്കാണോ ചോദിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടായതേ. ആ സമയത്ത് മീനാക്ഷി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷിയോട് മിത്ര ചോദിച്ചു, അല്ല മീനാക്ഷി ചേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കണമെന്ന് ചോദിച്ചു. ശ്രീദേവി പറഞ്ഞു, അതെ, നീ എന്താ മീനും ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമോന്ന് ചോദിച്ചു. കണ്ടോ, അതാ ഞാനും പറഞ്ഞേ, സ്വിച്ച് ഇട്ട പോലെ ഒരു മാറ്റം വന്നേക്കുന്നേ. സാധാരണ ഒരാൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് പതിയെ പതിയെ ഘട്ടഘട്ടമായിട്ടാ മാറ്റം ഉണ്ടാകുന്നേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് അടുക്കള കയറി പാചകം ചെയ്യുന്നു. അല്ല, അടുക്കള കയറി പാചകം ചെയ്യാൻ പോലും പറ്റാത്ത ആളല്ലേ, എപ്പോഴും മുറി കഥ അടച്ചിരിക്കും, അല്ലെങ്കിൽ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും, കഴിക്കാൻ സമയത്ത് മാത്രം വരും. അങ്ങനെ ഒരാള് പെട്ടെന്ന് അടുക്കളയിൽ കയറുന്നു, അമ്മയെ സഹായിക്കുന്നു. ആ മാറ്റത്തിൽ എന്തോ ഒരു പന്തികരുണ്ട്. മിത്ര പറഞ്ഞ ശരിയെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതാ ഞാനും പറഞ്ഞത്, എന്തോ ഒരു ഡ്രാമ ഇതിനകത്തില്ലേന്ന്. ആ സമയം സുകന്യ അങ്ങോട്ടേക്ക് വരുന്നേ. സുകന്യ കേട്ടി പറയുന്നേ. സുകന്യ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്താ മൂന്നുപേരും കൂടെ കൂടി എന്റെ കുറ്റം വലുതാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞങ്ങള് കുറ്റമൊന്നുമല്ല പറയണേന്ന് ശ്രീദേവി പറഞ്ഞു. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, ഒന്ന് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് പറ. അത് കേട്ടപ്പോ ദേവിച്ചു, എന്താ കഴിച്ചു നോക്ക്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അടുക്കള കയറി പാചകം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് അടുക്കള കയറി പാചകം ചെയ്താൽ മതിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മിത്ര മീനാക്ഷി ഒന്ന് നോക്കി. പിന്നീട് കഴിക്കാൻ കൂടെ സാധനം ഇങ്ങനെ കഴിക്കണം. കൊള്ളാന്ന് പറഞ്ഞു. ഇനി മുതലേ ഞാൻ ഇതുപോലെ എന്തേലും പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കും. അതെ, നാളെ ഓഫീസിൽ കൊണ്ടായിട്ട് മീനാക്ഷിക്ക് കൊഞ്ച് തീയലുണ്ടാക്കി തട്ടേന്ന് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? എനിക്കുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി തന്നോളൂ, അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരുന്നേ മീനാക്ഷിക്ക് ഇഷ്ടമില്ലായിരിക്കും അല്ലേന്ന് ചോദിച്ചു. ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് താല്പര്യം, അതുകൊണ്ടാ മീനാക്ഷി അങ്ങനെ പറഞ്ഞേ. അതൊരു കുറ്റമായിട്ട് സുകന്യേച്ചിക്ക് തോന്നരുതെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അല്ല അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കി തന്നാൽ എന്താ? അല്ല, അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ ഇത്രയും കാലം അമ്മയല്ല എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേന്ന് മീനാക്ഷി പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ താല്പര്യമില്ലല്ലേ? എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മീനാക്ഷിയുടെ ഓഫീസിലെ വിശേഷങ്ങൾ കേൾക്കാനും പിന്നെ മിത്രയുടെ കോളേജിലെ വിശേഷങ്ങൾ കേൾക്കാനൊക്കെ നിങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ കേട്ടോണ്ടിരിക്കാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെ കൂട്ടത്തിൽ കൂട്ടാൻ താല്പര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, വേണ്ട, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ കൂട്ടത്തിൽ കൂട്ടാൻ താല്പര്യം തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. സെന്റി അടിച്ചിട്ട് സുകന്യ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, കണ്ടില്ലേ, പാവത്തിന് ഇപ്പൊ നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറയണം. പക്ഷെ മിത്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് സുകന്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, എന്നോടാ നിന്റെയൊക്കെ കളി, ഞാൻ ആരാന്ന് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നേ. ആ സമയം രാജശ്രീയും അച്യുതനും കൂടെ മുറി സംസാരിക്കുകയാണ്. അച്യുതൻ രാജശ്രീയോട് പറഞ്ഞു, എടി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. എന്ത്? അവളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല സുകന്യ. അച്യുതേട്ട, അതിനൊക്കെ കാരണം നിങ്ങളാ. ഞങ്ങളോ? നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സുകന്യ അറിയത്തുണ്ടായിരുന്നില്ല. എടി, അവള് നമുക്കിട്ട് ഇനി പണി തരുമോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാര്യമൊക്കെ എന്റെ ബന്ധുവൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ അവൾക്ക് നേട്ടം ഉണ്ടാകുന്നൊരു കാര്യമാണെങ്കിൽ അവള് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എടി, അവളെ ഒന്ന് വശത്താക്കാൻ മേലായിരുന്നോ? എങ്ങനെ വശത്താക്കുന്ന അച്യുതേട്ടൻ പറയണേ? ഒരു ദിവസം 2-3 വട്ടം ഓടി വന്നോണ്ടിരുന്നവളാ, ഇപ്പോഴാണ്ടേ വന്നിട്ട് പോലും ഇല്ല. അവള് ആ സമയത്ത് എന്റെ അടുത്തുനിന്ന് പോയതാ, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ കാരണം എന്നറിയത്തില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യമുണ്ടോന്നും അറിയില്ല. എടി, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, സുകന്യെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. എന്തിന്? നമുക്ക് അവളോട് ഒന്ന് സംസാരിക്കാം. ഇനി അവള് മൊത്തം കുളവാക്കുമെന്ന് അറിയത്തില്ലോ. അതിനുമുമ്പ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു നോക്കാം, വരുമോന്ന് അറിയില്ല എന്നൊക്കെ രാജശ്രീ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ
സുഗന്യെ രാജശ്രീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു ജ്യൂസൊക്കെ കൊണ്ടേ കൊടുക്കണം. അലോക് അച്യുതനൊക്കെ അടുത്ത് തന്നെയുണ്ട്. പിന്നീട് സുഗന്യോട് ചോദിച്ചു, അല്ല സുഗന്യ നീ എന്താ ജ്യൂസ് കുടിക്കാത്തേന്ന് ചോദിച്ചു. നല്ല ജ്യൂസാ, ഫ്രഷ് ജ്യൂസാ, നല്ല ഐസൊക്കെ ഇട്ട് പാകത്തിന് മധുരമൊക്കെ ഇട്ട് കൊണ്ടേ തന്നല്ലേ, നീ കുടിക്ക് എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇനി എന്നെ കുടിപ്പിക്കൂ എന്നുള്ള കാര്യം, എന്നെ സൽക്കരിക്കൂന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, അതെന്താ സുഗന്യ അങ്ങനെ പറഞ്ഞേ? അച്യുതന്റെ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് ചോദിച്ചു. അച്യുതൻ പറഞ്ഞു, അതെ നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അല്ല സുകന്യ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് നീ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു, നീ അത് കേട്ടായിരുന്നു, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അതെ അതൊക്കെ വെറുതെയാ, ഉള്ളതൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ നേരെ അലോകിന്റെ അടുത്തേക്കുന്നു. എടാ മോനെ അലോകെ, നല്ല നാടൻ ഭാഷ ഒരു കാര്യം ഞാൻ പറയട്ടെ, കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിച്ചു കൊടുക്കാൻ നീ നോക്കരുത്. പള്ളിയിലച്ഛനെ ആണോടാ നീ കുർബാന പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നേ, അതുകൊണ്ട് കൂടുതൽ കളിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അച്ഛനും പറഞ്ഞു, അല്ല സുകന്യെ അത് പിന്നെ എനിക്കെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം അച്യുതേട്ടാ, ആ വിൽപ്പത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. കോമതി ചേച്ചിയുടെ പേർക്കാണ് ഇവിടുത്തെ സ്വത്തുവകകളെന്നും അറിയാം. അതൊരു പക്ഷേങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള നിനക്കൊരു പേടിയുണ്ട്. ആ പേടി കൊണ്ടല്ലേ കോമതി ചേച്ചി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകും. ആനന്ദും ആരനും ഈ ബാലനും എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വരും, നിങ്ങളെയൊക്കെ അടിച്ചിറക്കും. അതൊരു കാരണവശാലും അവരവിടെ അറിയാനായിട്ട് പാടില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് സൽക്കരിച്ചിരിക്കുന്നേന്ന് ചോദിച്ചു. ഒരു നിമിഷം രാജശ്രീ ഞെട്ടിപ്പോയി. രാജശ്രീ പറഞ്ഞു, അല്ല അത് പിന്നെ. അപ്പോഴേക്ക് അച്ഛനും പറഞ്ഞു, ഉള്ള സത്യം പറയാലോ, നീ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. കോമതിയുടെ പേർക്കാണ് ഈ വീട് സ്ഥലമൊക്കെ, അത് നഷ്ടപ്പെടുമോന്ന് ഭയം ഞങ്ങൾക്കുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം സുകന്യ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എങ്ങോട്ടാ പോയെന്ന്. നിങ്ങൾ എത്ര കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയാലും എന്റെ മുന്നിൽ അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഞാനിതല്ല ഇതിലപ്പുറം ചാടിക്കടന്നിട്ട് വന്ന, അതുകൊണ്ടാണല്ലോ ധർമ്മേട്ട മുന്നിൽ കഴുത്ത് കുനിച്ചു കൊടുത്തേ. പലതും ഞാൻ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ, അല്ലാതെ ചുമ്മാതൊന്നും അല്ല കല്യാണത്തിന് സമ്മതിച്ചേ. അത് കേട്ടപ്പോ രാശ്രീ ഒന്ന് ഞെട്ടി. ഈ സമയത്ത് അലോക് പറഞ്ഞു, അല്ല സുകന്യേച്ചി ഇനിയിപ്പം എന്താണെന്നോ, ഞാൻ അവിടെ കാര്യങ്ങളൊന്നും പറയില്ല, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ വീട് സ്ഥലവും സ്വത്തുക്കളും ഒക്കെ നിങ്ങളുടെ പേർക്ക് എഴുതി വാങ്ങിപ്പിക്കാം. എന്താ പറഞ്ഞ എന്ന് ചോദിച്ചാൽ അച്ഛനും ഓടി അങ്ങോട്ട് വന്നു. അതെ, കോമതി ചേച്ചിയുടെ പേരിൽ നിന്ന് നിങ്ങളുടെ പേർക്ക് എഴുതി കിട്ടുന്നത്. അങ്ങനെയാണ് നല്ല കാര്യം. അലോക് പറഞ്ഞു, ചേച്ചിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. പണം വേണം ഞങ്ങൾ തരാം. അച്ഛനും പറഞ്ഞു, അതെ അതൊക്കെ തരാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറയാൻ വരട്ടെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. രാശ്രീ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പറ. എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ഈ കിട്ടുന്നതിന്റെ പകുതിയാന്ന് പറഞ്ഞു. പകുതിയോ? ഒരു നിമിഷം ഞെട്ടിപ്പോയി അച്യുതനും അലോകും ഒക്കെ. അതെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്വത്തുവകകളുടെ ഒക്കെ പകുതി, അത് പണമായിട്ടാണ് പണമായിട്ട്, അല്ലാതെയാണെങ്കിൽ അങ്ങനെ പറ്റുമോന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, അതിത്തിരി കൂടുതലല്ലേന്ന് ചോദിച്ചു. കൂടുതലാണ് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇതെങ്ങാനും ഗോമതി ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കഥ അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. മര്യാദയാണ് മര്യാദ എന്ന് പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് പോകുമ്പോ അച്യുതനോർത്ത് ഇനിയിപ്പോ എന്ത് ചെയ്യും, ആകെപ്പാടെ പെട്ടുപോയല്ലോ, ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പം സുകന്യയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ സുകന്യ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമോ ഒന്നും മേലാത്തൊരവസ്ഥയിലായിപ്പോയി അവര്. കുറച്ച് കഴിഞ്ഞപ്പോ ബാലനും രാമേട്ടനും കൂടെ കടയിൽ തിരക്കിട്ട ജോലിയിലാണ്. അപ്പോഴേക്കുമാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത്. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ രാമേട്ടൻ ചോദിച്ചു, ഇതെന്താടാ നീ കടയിലെന്ന് ചോദിച്ചു. അതെന്താ രാമേട്ട എന്ന് ചോദിക്കുകയാണ്. ബാലൻ പറഞ്ഞു, നീ എന്താ കടയിലേക്ക് വന്നേ? അന്താ ബാലേട്ട എന്നെ കടയിൽ നിന്ന് പിരിച്ചു വിട്ടോന്ന് ചോദിച്ചു. അതല്ല, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, നീ പെട്ടെന്ന് വരേണ്ടതില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കാണ് കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നേ. സാധനങ്ങൾ ലിസ്റ്റ് കൊടുക്കുവാണ്. ധർമ്മൻ പറഞ്ഞു, ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എന്നാ നീ എടുത്തു കൊടുത്താളാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, വേണ്ട, അത് രാമേട്ട കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. രാമേട്ടൻ അത് മേടിച്ചുകൊണ്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ തുടങ്ങുവാണ്. ആ സമയം ധർമ്മന് ടെൻഷനായി. ധർമ്മൻ നേരെ ബാലന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ, ഞാൻ എന്താ സാധനങ്ങൾ എടുത്തു കൊടുത്താല് എന്താ, ഞാൻ ഈ കടയിലേക്ക് വന്ന ബാലേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ലടാ കാര്യം. പിന്നെ എന്താ ബാലേട്ടാ? അത് പിന്നെ എല്ലാവർക്കും ഒന്നും സുകന്യയുടെ കാര്യമായിരിക്കും അല്ലേ, സുകന്യക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അതല്ലേ ബാലേട്ടൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. ആ കാര്യത്തിൽ ബാലേട്ടൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ, സുകന്യ എന്നെ കടയിലേക്ക് പറഞ്ഞു വിട്ടെ. കടയിലേക്ക് പറഞ്ഞു വിട്ട് സുകന്യാന്നോ? വിശ്വസിക്കാൻ പറ്റിയില്ല ബാലന്. അതേന്നേ, കടയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു വിട്ടെ. എടാ, ചിലപ്പോ നിന്റെ വിഷമം കണ്ടിട്ട് അവള് പറഞ്ഞു വിട്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അവള് സന്തോഷത്തോടെ തന്നെ പറഞ്ഞു വിട്ടെ. എന്നാലും വേണ്ട, ഇന്ന് നീ കടയിൽ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് അവളെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തു പോയി ചുറ്റിക്കിറങ്ങിയിട്ട് നാളെ മുതൽ നീ കടയിൽ ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല അളിയ, അത് പിന്നെ
അതൊന്നും സാരമില്ലടാ. പിന്നീട് പോകാൻ നേരം പറഞ്ഞു, നിനക്ക് പുറത്തൊക്കെ പോകാനുള്ള പൈസ വേണ്ടേ, കുറച്ച് പൈസ എടുത്തു കൊടുക്കണം. വേണ്ട ബാലേട്ടാ, എൻ്റെ ഈ പൈസയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഹണിമൂൺ ട്രിപ്പ് പോയപ്പോൾ തന്ന പൈസയുടെ ബാക്കിയുണ്ട്. അത് ശരിയാകത്തില്ല, നീ ഇതും കൂടെ വെച്ചോളാനും പറഞ്ഞുകൊണ്ട് ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് രാമേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ കാര്യങ്ങൾ പറയാണ്. ഈ സമയം രാമേട്ടൻ ചോദിച്ചു, അല്ല അവൻ പോയോന്ന് ചോദിച്ചു. എന്താ? അല്ല, അവിടെ ഞാൻ മരുന്നിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അയ്യോ, അത് ദേവിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച മരുന്നാ, അവളുടെ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അപ്പൊ ആയുർവേദ മരുന്നായിരുന്നു. ബാലൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഉച്ചയ്ക്ക് പോകാൻ കൊടുത്താളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമേടൻ ചോദിച്ചു, അല്ല ബാല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഉദയഭാനുവിന്റെ കാര്യം എങ്ങനെയായി? അയാളുടെ ഞാൻ 10 ലക്ഷം രൂപ ചോദിച്ചായിരുന്നു, അയാളെ അക്കൗണ്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിക്കുക. അത് ഒരാഴ്ച ആയല്ലോ, ഒരു കാര്യം ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ശരിയാ, എന്നാ ഇപ്പൊ തന്നെ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ബാലൻ വിളിക്കാൻ ഒരുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.